ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു തോരൻ കറി റെസിപ്പി ആയിട്ടാട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ കറിയൊക്കെ വെച്ചിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അതൊന്ന് വേസ്റ്റ് ആക്കാതെ നമുക്ക് ഇതുപോലെ ഈ രീതിയിലൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ നല്ല അടിപൊളി കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കപ്പളങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരണം. എൻ്റെ അടുത്ത് കുറച്ച് കറി ബാക്കി വന്നതാട്ടോ, കറി വെച്ചിട്ട് കപ്പളങ്ങയും തക്കാളിയും. അപ്പോൾ അതൊന്ന് വേസ്റ്റ് ആക്കാതെ നമുക്ക് അടിപൊളിയായിട്ടൊരു കറി തയ്യാറാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ കപ്പളങ്ങയും അതുപോലെ പാവയ്ക്കൊക്കെ നന്നായിട്ട് നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചിരണ്ടി ചേർക്കാം. തേങ്ങയൊക്കെ ഞാനിവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഉഴുന്നുപരിപ്പിൻ്റെ ഒരു കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിന് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു കറിക്ക് ഒരിക്കലും കയ്പൊന്നും തോന്നിയല്ല കേട്ടോ. അഥവാ നിങ്ങൾക്ക് കയ്പ് തോന്നണ്ടായെന്നുണ്ടെങ്കിൽ ആ കപ്പളങ്ങ അരിയുന്ന സമയത്ത് അത് സെപ്പറേറ്റ് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് എടുത്താൽ മതി. അപ്പോൾ കയ്പുണ്ടാവുകയില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കാനേ, ഇല്ലെങ്കിൽ ചട്ടിയുടെ അഴുകി പിടിക്കും. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. വെള്ളം ഒട്ടും ചേർക്കരുത്. ചെറിയ തീ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ അടുപ്പൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും, നല്ലൊരു കറിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.